പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 4.5 ദശകക്കാലം കേരളത്തിൻ്റെ ഭൗതിക ജീവിതത്തിൽ, പ്രത്യേകിച്ചും ദളിത് അധസ്ഥിത സാമൂഹ്യ വിഭാഗങ്ങളുടെ വിമോചനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ സാംസ്കാരിക വിചിന്തനങ്ങളുടെ രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന കെ കൊച്ച് കഴിഞ്ഞ ദിവസം അന്തരിച്ചു. കേരളീയർക്കിടയിൽ ദളിത് സ്വത്വബോധത്തിന് ഇത്രയും ആഴത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ സഹായിച്ച മറ്റൊരാൾ സമീപകാല ചരിത്രത്തിൽ ഇല്ല. ദളിത് വിമോചനത്തിൻ്റെ രാഷ്ട്രീയം കൂടുതൽ ശക്തമായി പ്രയോഗിക്കാനും ചരിത്രത്തെയും വർത്തമാന സ്ഥിതിയെയും അതിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കാനും ശ്രമിച്ചിട്ടുള്ള വേറെയും നിരവധി പേരുണ്ടെന്ന വസ്തുതയെ വിസ്മരിച്ചുകൊണ്ടല്ല ഇങ്ങനെ പറയുന്നത്. കേരളത്തിലെ പ്രമുഖരായ വിപ്ലവ രാഷ്ട്രീയ നേതാക്കളും ആക്ടിവിസ്റ്റുകളും സാമൂഹ്യ നിരീക്ഷകരും കെ കൊച്ചിനെക്കുറിച്ചുള്ള ചെണ്ടയുടെ അനുസ്മരണ പോഡ്കാസ്റ്റിൽ പങ്കുചേരുന്നു. നന്ദി. സഖാവ് കെ കൊച്ച് ആയിട്ട് 1984 ജാതിവിരുദ്ധ മതേതര സമ്മേളനം തലയോരപ്പറമ്പിൽ സംഘടിപ്പിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അതിൽ കേരളത്തിലെ ദളിത് പ്രസ്ഥാനത്തിലെ പ്രമുഖ സഹാക്കളൊക്കെ തന്നെ പങ്കെടുത്തു. അതോടൊപ്പം ഇടതുപക്ഷ ബുദ്ധിജീവികളും സാഹിത്യകാരന്മാരും പത്രപ്രവർത്തകരും യുക്തിവാദ സംഘത്തിൻ്റെ പ്രവർത്തകരും ജനാധിപത്യവാദികളെല്ലാം തന്നെ പങ്കെടുത്തൊരു മഹാസമ്മേളനമായിരുന്നു 2 ദിവസമായിട്ട് തലയോരപ്പ് നടന്നത് 1984. ശരിക്ക് ഒരു ജാതിവിരുദ്ധ മതേതര പ്രസ്ഥാനത്തിൻ്റെ തുടക്കം കുറിക്കുകയായിരുന്നു. അതിൽ CDN സംഘടന സഹകരിച്ചിരുന്നു സജീവമായിട്ട്. കെ ദാസും കെ കൊച്ചും CDN സജീവ പ്രവർത്തകരായിരുന്നു. അപ്പോൾ പലത്തിൽ CPM CPMലും CDNും യുക്തിവാദ സംഘവും മറ്റ് ജനാധിപത്യവാദികളും എല്ലാം ചേർന്ന് കൊണ്ടുള്ള ഒരു കൂട്ടായ സംരംഭമായിരുന്നത്. അതിനുശേഷം ഒരു ജാതിവിരുദ്ധ മതേതര വേദി ഉണ്ടാക്കാൻ ശ്രമം നടന്നു. അന്നോട്ട് നിരന്തരമായിട്ട് പല കാര്യങ്ങളിലും രാഷ്ട്രീയമായിട്ട് CPMന്റെ ഭാഗമായിട്ട് സംഘടനാപരമായിട്ട് ഭാഗമായില്ലെങ്കിലും ഒരു അടുത്ത സഹയാത്രി എന്ന രീതിയിൽ ജാതിവിരുദ്ധ മതേതര പ്രസ്ഥാനത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കുകയും CPM പ്രസ്ഥാനം നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കെ കൊച്ച് സജീവമായ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. സഹാവ് ഇന്ന് വിട്ടുപോകുമ്പോൾ മാധ്യമങ്ങളിലൊക്കെ തന്നെ വിശേഷിപ്പിക്കുന്നത് പോലെ ഭൗതിക തലത്തിൽ ഒരു സാമൂഹിക വിപ്ലവകാരി എന്ന രീതിയിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു ജാതിരഹിത സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ സാവിൻ്റെ സംഭാവനകൾ വിലപ്പെട്ടതാണ്. സാവിൻ്റെ വിയോഗം ജാതി ഉന്മൂലന പ്രസ്ഥാനത്തിന് ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനം വലിയ വെല്ലുവിളി നേരിടുന്ന സമയത്തിൽ അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വലിയൊരു നഷ്ടം തന്നെയാണ്. സാവിൻ്റെ കുടുംബത്തോടും സുഹൃത്തുക്കളോടെല്ലാം സാവിൻ്റെ വിയോഗത്തിൽ എൻ്റെ ദുഃഖം രേഖപ്പെടുത്തുന്നു. സാവിൻ്റെ കൊച്ചിൻ്റെ സംഭാവനകൾ ഞാൻ വീണ്ടും അനുസ്മരിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ മുഴുവൻ ജനാധിപത്യവാദികളും കൂടുതൽ ശക്തമായിട്ട് രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് ഭീം, ലാൽ സലാം. ശ്രീ കെ കൊച്ച് ഓർമ്മയായി. ജനകീയ സാംസ്കാരിക വേദിയുടെ മുഖപത്രമായിരുന്ന പ്രേരണയ്ക്ക് മുൻപ്
യനാൻ എന്ന ഒരു പ്രസിദ്ധീകരണം ഇറക്കിയിരുന്നു. എം സോമശേഖരനും VC ശ്രീജനുമൊപ്പം KK കൊച്ചും അതിൽ പങ്കാളിയായിരുന്നു. വയനാട്ടിൽ ജോലിക്കായി എത്തിയ കൊച്ച് ആ കാലം മുതൽ ML പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരുന്നു. അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് ഒളിവിൽ പോകേണ്ടി വന്നു. കൊച്ച് KSRTCയിലും രാജപ്പൻ ESIയിലും രാമചന്ദ്രൻ RMSലോ പോസ്റ്റൽ സർവീസിലോ ജോലിക്കാരായി മാറി. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനങ്ങളടക്കം പല രഹസ്യ സമ്മേളനങ്ങളും മഞ്ചാടിക്കരി, കല്ലറ പോലുള്ള പ്രദേശങ്ങളിലായിരുന്നു നടന്നിരുന്നത്. അയ്യങ്കാളിപ്പടയുടെ നേതാവായി മാറിയ കല്ലറ ബാബുവും ആ പ്രദേശത്ത് തന്നെയാണ് ജീവിച്ചിരിക്കുന്നത്. പാർട്ടിയുമായുള്ള ബന്ധം അദ്ദേഹം വിച്ഛേദിച്ചെങ്കിലും പാർട്ടി സംഘടിപ്പിച്ച പല പരിപാടി സജീവമായി കൊച്ചിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. യുക്തിവാദി സംഘം, CDN അടക്കമുള്ള പ്രസ്ഥാനങ്ങളുമായി യോജിച്ചാണ് ജാതിവിരുദ്ധ മതേതര വേദിക്ക് രൂപം കൊടുക്കുന്നത്. അതിൽ അദ്ദേഹം സജീവമായി പങ്കാളിയായിരുന്നു. അതുപോലെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന മുൻ ML നേതാക്കന്മാരെ വിട്ടയക്കാൻ വേണ്ടി രൂപീകരിച്ചിരുന്ന രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കാൻ വേണ്ടിയുള്ള സമിതിയിൽ KVK വാര്യർ, മുൻ സ്പീക്കർ ശങ്കരനാരായണൻ തമ്പി തുടങ്ങിയവർ ചെയർമാനും കൺവീനറുമായി രൂപീകരിച്ചിരുന്ന ആ കമ്മിറ്റിയിലും കൊച്ച് സജീവമായി പ്രവർത്തിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ പാർട്ടി സംഘടിപ്പിച്ചൊരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തത് എറണാകുളത്ത് ഗാന്ധി സ്ക്വയറിൽ സംഘടിപ്പിച്ച 103-ാം ഭരണഘടനാ ഭേദഗതിക്കെതിരെ, സവർണ സംവരണത്തിനെതിരെ റെഡ് ഫ്ലാഗിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സാമ്പത്തിക സംവരണ വിരുദ്ധ കൺവെൻഷനിലായിരുന്നു അദ്ദേഹം അവസാനം പങ്കെടുത്തത്. തൻ്റെ പ്രവർത്തന മേഖലകളിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയുണ്ടായി. കൊച്ചിൻ്റെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് യനാൻ പ്രസിദ്ധീകരിക്കുന്ന കാലം മുതലാണ് എനിക്ക് കൊച്ചുമായിട്ടുള്ള സൗഹൃദം ആരംഭിക്കുന്നത്. പിന്നീട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഒരു സഖാവും സുഹൃത്തും സഹോദരനുമൊക്കെയായി ആ ബന്ധം തുടർന്നു. കൊച്ചിൻ്റെ വയനാട്ടിലുള്ള വീട്ടിലും കല്ലറയിലുള്ള കുടുംബ വീട്ടിലും പല ദിവസങ്ങൾ ഞാൻ ഒരു കുടുംബാംഗത്തെ പോലെ ജീവിച്ചിട്ടുണ്ട്. ഒരു നല്ല സാഹിത്യകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരനായിരുന്ന കൊച്ച് അതിനെ അവഗണിച്ചാണ് പിൽക്കാലത്ത് ദളിത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുഴുകിയത്. നീണ്ട കാലത്തെ ഒരുമിച്ചുള്ള പല പ്രവർത്തനങ്ങൾക്കും വഴക്കുകൾക്കും ഒക്കെ ഇടയിൽ ഒരിക്കലും ഒലഞ്ഞു പോകാത്ത വ്യക്തിബന്ധമായിരുന്നു ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. തീർച്ചയായും ഒരു കാലത്തിൻ്റെ കണ്ണി നമ്മളിൽ നിന്ന് അറ്റുപോകുന്നു കൊച്ചിൻ്റെ വിയോഗത്തോടെ. കേരളീയ സമൂഹത്തിൻ്റെ ദൈക്ഷണിക ജീവിതത്തിൽ ആശാവഹമായ പരിവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രധാനപ്പെട്ട ചിന്തകരിൽ ഒരാളാണ് അന്തരിച്ച KK കൊച്ച്. അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ തുടങ്ങിയ ഒരാളാണ്. അക്കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂവ്മെൻറ്റുകളായിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. വ്യവസ്ഥാപിത ഇടതുപക്ഷത്തിലും തീവ്ര ഇടതുപക്ഷത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലുമൊക്കെ വളരെ സജീവമായി അദ്ദേഹം ഇടപെട്ടിരുന്നു. അക്കാലത്ത് തന്നെ ഒരു വൈജ്ഞാനിക അന്വേഷണത്തിൻ്റെ മണ്ഡലവും അദ്ദേഹം തുറന്നിട്ടുണ്ട്. തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ തുടർന്ന് ജയിൽവാസമനുഷ്ഠിക്കുകയും പോലീസ് മർദ്ദനത്തിന് വിധേയമാവുകയും ചെയ്ത ഒരു കാലഘട്ടവും KK കൊച്ചിൻ്റെ ജീവിതത്തിലുണ്ട്.
1980 മുതലാണ് അദ്ദേഹം ദളിത് പ്രവർത്തനത്തിലേക്ക് ആകൃഷ്ടനാവുന്നത്. അത് കേരളത്തിൽ നടക്കുന്ന പ്രബലമായ സാമൂഹ്യ രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ നിന്നാണ് അദ്ദേഹം ദളിത് പ്രവർത്തനത്തിലേക്ക് വരുന്നത്. കേരളത്തിലെ തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ചിന്താസരണികളോടുള്ള വിമർശനബോധമാണ് അദ്ദേഹത്തെ ദളിത് പ്രവർത്തനത്തിലേക്ക് ആകൃഷ്ടനാക്കിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ദളിത് മേഖലയിലെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേവലമായ ഒരു സാമുദായിക സാമൂഹിക പ്രവർത്തനം എന്നതിനപ്പുറം വൈജ്ഞാനികമായ ഒരു അന്വേഷണത്തിൻ്റെ മണ്ഡലം കൂടിയായിരുന്നു. അത് കേരള ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യതിയാനത്തിന് കാരണമായിട്ടുണ്ട്. നാളതുവരെയുള്ള ദളിത് പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ പ്രബല വ്യവഹാരങ്ങളെ ബാധിക്കാത്ത മാർജിനിൽ മാത്രം ഒതുങ്ങി നിന്ന ചില പ്രവർത്തനങ്ങളായിരിക്കുകയും സമൂഹത്തിൻ്റെ മുന്നിൽ നൈതികമായ ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുക മാത്രമാണ് ചെയ്തിരുന്നത്. അതിൽ നിന്ന് ഭിന്നമായി മലയാളികളുടെ ദൈക്ഷണിക ജീവിതത്തിന് അവർ കെട്ടിപ്പൊക്കിയ സാമൂഹിക രാഷ്ട്രീയ നൈതിക ഭാവനകൾ അടിസ്ഥാനപരമായി തന്നെ പൊളിച്ചെഴുതേണ്ടതുണ്ട് എന്ന ഒരു നവീനമായൊരു ധാരണയ്ക്ക് കെ കൊച്ചിൻ്റെ ഇടപെടലുകൾ കാരണമാകുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക പ്രവർത്തനമെന്നത് അതേത് തരത്തിലുള്ളതായാലും അതിന് വൈജ്ഞാനികമായ ഒരടിസ്ഥാനമുണ്ടായിരിക്കണമെന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അദ്ദേഹം ജീവിതത്തിലുടനീളം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. കേരളത്തിലെ ദളിത് പ്രവർത്തനങ്ങളെ വൈജ്ഞാനിക മേഖലയുമായി ബന്ധിപ്പിച്ച് വിശദീകരിക്കുവാനും കേരളത്തിൽ നിലനിന്നിരുന്ന പ്രബല ധാരണകളോട് വൈജ്ഞാനിക സങ്കല്പനങ്ങളോട് മുഖാമുഖം നിൽക്കുവാനും ദളിത് ജനവിഭാഗങ്ങളെ സജ്ജമാക്കിയതിൽ കെ കൊച്ചിൻ്റെ അന്വേഷണങ്ങൾ വളരെ പ്രസക്തമാണ്. ഇതടിസ്ഥാനപരമായി മലയാളി സമൂഹത്തെ തന്നെ നവീകരിക്കുന്നതിലേക്കാണ് വികസിക്കുന്നത്. കേരളത്തിലെ പ്രബലമായ ചരിത്രധാരണകളെ ചോദ്യം ചെയ്യുക, കേരളത്തിൽ ചിരസമ്മതമായ സാംസ്കാരിക സങ്കല്പങ്ങളെ നവീനമായ ഒരു നൈതിക ബോധത്തോടെ വിമർശവിധേയമാക്കുക, കേരളത്തിൻ്റെ അതിഭാവുകത്വം നിറഞ്ഞ ഇടതുപക്ഷ രാഷ്ട്രീയ ധാരണകളുടെ അന്തസാരശൂന്യത വിശദീകരിക്കുക തുടങ്ങി സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ ദൈക്ഷണിക പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ രണ്ട് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ദളിത് പ്രവർത്തനങ്ങളെ, ദളിത് മേഖല നേരിടുന്ന പ്രശ്നങ്ങളെ അടിസ്ഥാനപരമായൊരു വൈജ്ഞാനിക പ്രശ്നം കൂടിയായി മാറ്റിയെടുക്കുവാൻ ഈ ഇടപെടലിന് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളം ചിരസമ്മതമായി കൊണ്ടു നടന്ന സങ്കല്പങ്ങളെ പൊളിച്ചെഴുതുവാൻ മലയാളിയെ പ്രേരിപ്പിക്കാനും ഈ അന്വേഷണത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേവലമായ ഒരു ദളിത്
പ്രവർത്തകൻ എന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ ചിന്താലോകം കേരളത്തിലെ അവഗണിക്കപ്പെട്ട നിരവധി ഘടകങ്ങളെ സമാഹരിക്കുവാനും അതിനെ വൈജ്ഞാനികമായ അടിസ്ഥാനത്തിൽ തന്നെ സമൂഹത്തിലെ വ്യവഹാരങ്ങളിലേക്ക് കൊണ്ടുവരുവാനും കഴിഞ്ഞു എന്നതാണ് ചരിത്രപരമായി കെ കൊച്ചിൻ്റെ സംഭാവന. അദ്ദേഹം എഴുതിയ നിരവധി പുസ്തകങ്ങൾ, ലേഖനങ്ങൾ, അഭിമുഖങ്ങൾ ഇവയെല്ലാം തന്നെ ഈ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് നിറവേറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ കേവലം എഴുത്തിൻ്റെയും വിമർശനത്തിൻ്റെയും മണ്ഡലത്തിൽ മാത്രമല്ല, പ്രായോഗിക പ്രവർത്തനങ്ങളുടെ മണ്ഡലത്തിലും അദ്ദേഹം ശ്രദ്ധയൂന്നിയിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. താൻ കണ്ടെത്തിയ ധാരണകളെ പ്രായോഗികമായി വികസിപ്പിക്കുവാനും അദ്ദേഹം ശ്രമിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം എടുക്കേണ്ടതുണ്ട്. ആ നിലക്ക് നോക്കുമ്പോൾ സമകാലിക കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു ജൈവ ബുദ്ധിജീവി എന്ന നിലക്ക് അടയാളപ്പെടുത്തപ്പെടേണ്ട ഒരു ജീവിതമാണ് കെ കൊച്ചിൻ്റേത്. അദ്ദേഹം എഴുതിയ 1980കളുടെ അവസാനം പ്രസിദ്ധീകരിച്ച കലാപവും സംസ്കാരവും മുതൽ അദ്ദേഹത്തിൻ്റെ ദളിതനെന്ന ആത്മകഥ വരെയുള്ള ഏതാണ്ട് 12ഓളം പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങളുടെ വൈവിധ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്താലോകത്തിൻ്റെ വിപുലതയെ കുറിക്കുന്നതാണ്. അതിൽ കേരളത്തിൻ്റെ ചരിത്ര രചനാ സമ്പ്രദായത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന കേരള ചരിത്രവും സമൂഹ രൂപീകരണവുമെന്ന പുസ്തകവും, ഇടതുപക്ഷമില്ലാത്ത കാലമെന്ന രാഷ്ട്രീയ വിമർശന പുസ്തകവും, ബുദ്ധനിലേക്കുള്ള ദൂരം പോലെയുള്ള നൈതിക സങ്കല്പനങ്ങളെ അന്വേഷിക്കുന്ന രചനകളും തുടങ്ങി നിരവധിയായ മണ്ഡലങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഭ ഇടപെട്ടുകൊണ്ടിരുന്നത്. ആ നിലക്ക് കേരളീയ സമൂഹം പലപ്പോഴും അവഗണിക്കാൻ ശ്രമിച്ചിട്ടും അതിനെ മറികടന്നുകൊണ്ട് സ്വന്തം വിശ്വാസങ്ങളെ കേരളീയ സമൂഹത്തിൽ സ്ഥാപിക്കുവാൻ അദ്ദേഹം നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. പുരോഗമന കേരളം മൂടിവെക്കാൻ ശ്രമിച്ച ജാതീയമായ അസമത്വങ്ങളെയും ലിംഗപരമായ അസമത്വങ്ങളെയുമൊക്കെ പുറത്തെടുക്കുവാനും അത് പൊതുസമൂഹത്തിൽ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനും അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ നിലക്ക് കേരളീയ സമൂഹത്തിൻ്റെ വ്യവഹാരങ്ങളെ ജനാധിപത്യവൽക്കരിക്കുന്നതിൽ വളരെ വലിയൊരു പങ്കാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മലയാളിക്ക് ലഭ്യമായിട്ടുള്ളത്. ഏറ്റവും അവസാന ഘട്ടത്തിലാണെങ്കിൽ പോലും കേരളീയ സമൂഹം അദ്ദേഹത്തിൻ്റെ രചനകളെ സൂക്ഷ്മമായി പരിശോധിക്കുവാനും മനസ്സിലാക്കുവാനും പരിശ്രമിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം കാണേണ്ടതുണ്ട്. നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. ഏറ്റവും ഉചിതമായ തരത്തിലുള്ള ഒരു ഇടവാങ്ങൽ അദ്ദേഹത്തിന് കേരളീയ സമൂഹം നൽകുകയുണ്ടായി. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചിന്താസരണി കേരളീയ സമൂഹത്തെ, ദളിതരെ മാത്രമല്ല കേരളീയ സമൂഹത്തെ പൊതുവിൽ സ്വാധീനിക്കുകയും കേരളീയ സമൂഹത്തെ നവീകരിക്കുവാനുള്ള ഊർജസ്രോതസ്സായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നാം വിലയിരുത്തേണ്ടത്. അദ്ദേഹത്തിൻ്റെ നഷ്ടം
കേരളത്തിലെ ദലിത് സമുദായത്തിന് മാത്രമല്ല, മലയാളിയുടെ ദൈക്ഷണിക ജീവിതത്തിൻ്റെ മുന്നോട്ടു പോക്കിൽ ഒരു വലിയ നഷ്ടമാണ് എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. വളരെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ദാർശനികമായ അന്വേഷണങ്ങളും സാമൂഹിക രാഷ്ട്രീയ ചിന്തകളും കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ സമാനതകളില്ലാത്ത ഒരു ജീവിതമാണ് കെ കൊച്ചിൻ്റെ. അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും അർപ്പിച്ചുകൊണ്ട് ദളിതൻ എന്ന ശ്രീ കെ കൊച്ചിൻ്റെ ആത്മകഥയിൽ നിന്നുള്ളൊരു ഏട് ഇങ്ങനെ പറയുന്നു: നക്സലേറ്റ് മുദ്ര പതിഞ്ഞതോടെ കുറച്ചുകാലം ദിവാകരൻ ഒഴിച്ചുള്ളവർ എന്നോട് അടുപ്പം കാണിച്ചിരുന്നില്ല. ക്രമേണ നാട്ടുകാരുമായുള്ള എൻ്റെ അകലം കുറഞ്ഞു തുടങ്ങി. ഇതിനേറെ സഹായമായത് രാഷ്ട്രീയം എന്നതിനുപരി എഴുത്തുകാരനായുള്ള സ്ഥാനമായിരുന്നു. രാഷ്ട്രീയ സാഹിത്യ വിഷയങ്ങളിൽ താല്പര്യമുള്ളവരാണ് വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള എൻ്റെ സംസാരം ശ്രദ്ധിച്ചത്. വൈകുന്നേരത്തെ കൂടിച്ചേരലുകൾ ചർച്ചാവേദികളായി മാറി. മലയാള മനോരമയിലും മംഗളത്തിലെയും നീണ്ട കഥകളും മുട്ടത്തുവർക്കിയുടെ നോവലുകളും വായിച്ചിട്ടുള്ളവർക്കിടയിലേക്ക് ഒ.വി. വിജയനും എം. മുകുന്ദനും പി. വത്സലയും കാക്കനാടനും കടന്നുവന്നു. സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളിൽ അടൂർ ഗോപാലകൃഷ്ണനും അരവിന്ദനും മാത്രമല്ല, ലോക സിനിമയിലെ ക്ലാസിക്കുകൾക്കും ഇടം കിട്ടി. അതേസമയം സമൂഹത്തിലെ അടിത്തട്ട് ജനതകളാണ് എന്നോട് ഏറെ ആഭിമുഖ്യം കാണിച്ചത്. അവരിൽ മുഖ്യം ആദിവാസികളും വിശിഷ്ട്യ പണിയരുമായിരുന്നു. കള്ളച്ചാരായം വിൽക്കുന്നവർ, ലൈംഗിക തൊഴിലാളികൾ, ബാർബർമാർ, വിശ്വകർമ്മജർ, മറ്റ് ജില്ലകളിൽ നിന്നെത്തിയ ഇടത്തരക്കാരുടെ വീടുകളിൽ പണിയെടുക്കുന്നവർ എന്നിവരൊക്കെ എൻ്റെ സൗഹൃദ വലയത്തിൽ ഉൾപ്പെടുകയുണ്ടായി. വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, താലൂക്ക് ഓഫീസ് തുടങ്ങി സർക്കാരിലേക്കുള്ള നിവേദനങ്ങളും അപേക്ഷകളും എഴുതി കൊടുക്കാൻ പലരും സമീപിച്ചു തുടങ്ങി. റാക്കു വാറ്റുന്നവരെ എക്സൈസുകാർ പിടികൂടിയാൽ ജാമ്യമെടുക്കുന്നതും എൻ്റെ ചുമതലയായി. ഇപ്രകാരം അടിത്തട്ടു ജനതയുമായി രാഷ്ട്രീയേതരമായി ജൈവബന്ധം പുലർത്താൻ കഴിഞ്ഞപ്പോഴും വീട്ടിലെ ക്ലേശങ്ങൾ എന്നെ ഉലച്ചിരുന്നു. ചാച്ചനും അമ്മയും കൂലിപ്പണിക്ക് പോയതിനാൽ ബുദ്ധിമുട്ട് ഉണ്ടായില്ല. എന്നാൽ വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ എന്നിവ ഉണ്ടായിരുന്നില്ല. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ വിഷുപ്പതിപ്പിലെഴുതിയ നാടകത്തിന് ലഭിച്ച പ്രതിഫലം കൊണ്ട് ഞാൻ ആദ്യം ചെയ്തത് കൽപ്പറ്റയിൽ നിന്നും വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് പാത്രങ്ങൾ വാങ്ങുകയായിരുന്നു. ഈ ഒരു എക്സെപ്റ്റിൽ പറയുന്നത് ശ്രീ കെ കൊച്ചിൻ്റെ ജീവിതം മാത്രമല്ല, കേരളത്തിൽ ആദ്യകാല ദളിത് ആക്ടിവിസ്റ്റുകളുടെയും പർട്ടിക്കുലർലി ദളിത് ഇൻ്റലക്ച്വൽസിൻ്റെയും ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. കൊടിയ യാതനകളും ക്ലേശങ്ങളും സഹിക്കുമ്പോഴും നിരന്തരമായി അടിത്തട്ട് ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അത് പല രീതിയിൽ വളരെ ഓർഗാനിക്കായിട്ട് തന്നെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ നിറവേറ്റാൻ വേണ്ടി ഒരു ജനതയെ ടൂൾസാക്കി മാറ്റുന്ന രീതിയിലല്ല, ആ ജനതയുടെ ഭാഗമാണ് തങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളാൽ പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്ന വളരെ ജൈവികമായിട്ടുള്ള ബന്ധങ്ങൾ ദളിത് ബുദ്ധിജീവികളും അടിത്തട്ട് ജനവിഭാഗങ്ങളും തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് അനവധി ലേഖനങ്ങൾ മാത്രമല്ല അന്നുള്ള ഓറൽ അക്കൗണ്ട്സിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട്, അല്ലെങ്കിൽ അതിനെ ഏറ്റവും എക്സംപ്ലിഫൈ ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിത്വം കൂടെയായിരുന്നു ശ്രീ കെ കൊച്ച്. ഈ ഒരു എക്സെപ്റ്റിൽ പറയുന്നത് പോലെ തന്നെ പലപ്പോഴും നമ്മൾ ഇന്ന് അദ്ദേഹത്തിനെ ഒരു ദളിത് ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ ദളിത് ആക്ടിവിസ്റ്റ് എന്നുള്ള ഒരു ലേബലിലാണ് കാണുന്നത്. ദളിത് ഇൻ്റലക്ച്വൽ എന്നും ദളിത് ആക്ടിവിസ്റ്റ് എന്നും വളരെ പ്രൗഡായിട്ട് തന്നെ യൂസ് ചെയ്തിരുന്നതും വളരെ പ്രൗഡായിട്ട് തന്നെ യൂസ് ചെയ്യേണ്ടതുമായിട്ടുള്ള പദം തന്നെയാണ്. കാരണം അതൊരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയാണ്. ഭൂലെയുടെ ലേഖനങ്ങളിൽ തൊട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ദളിത് ഐഡൻറ്റിറ്റിയാണ്. പക്ഷെ പലപ്പോഴും ഇത് പല ആൾക്കാരും ഇത് യൂസ് ചെയ്യുമ്പോൾ ഈ ദളിത് ഇൻ്റലക്ച്വൽ എന്നുള്ള ആ ഒരു ടാഗ് ഒരു റിഡക്ഷനിസ്റ്റ് ഫ്രെയിം വർക്കിൽ, അല്ലെങ്കിൽ അത് ഒരു വ്യക്തിത്വത്തിന്, അതും കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമികയിൽ, കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതികായനായി നിൽക്കുന്ന ഒരു മനുഷ്യനെ പലപ്പോഴും ചുരുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പദമായി
മാറിയതായിട്ട് കെ കെ കൊച്ചിൻ്റെ കാര്യത്തിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശ്രീ കെ കെ കൊച്ചിൻ്റെ എഴുത്തുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു പ്രത്യേകത, അത് പിന്നീട് വന്ന പല ദളിത് ആക്ടിവിസ്റ്റുകളും ദളിത് ഇൻ്റലക്ച്വലുകളും സ്വീകരിക്കാതിരുന്ന ഒരു പാതയും കൂടെയാണ്. പലപ്പോഴും ഈ പട്ടിണിയുടെയും പരാധീനതകളുടെയും ഒരു വലിയ ട്രാക്ക് റെക്കോർഡ് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അതാണ് ദളിത് മനുഷ്യരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യപ്പെടുന്നത്. അത് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ദളിത് ചരിത്രരചന അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിനെ അല്ലെങ്കിൽ ദളിത് എക്സ്പീരിയൻസസിനെ മാർക്ക് ചെയ്യുന്നത്. പക്ഷേ ശ്രീ കെ കെ കൊച്ചിൻ്റെ നമ്മൾ ഓട്ടോബയോഗ്രഫിയിൽ നോക്കുകയാണെങ്കിലും മറ്റുള്ള ലേഖനങ്ങളിൽ നോക്കുകയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പട്ടിണിയും പരാധീനതയും ഒരു ജനറൽ ഇഷ്യൂ ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. വ്യവസ്ഥയുടെ ഒരു പ്രശ്നമായിട്ടാണ് അദ്ദേഹം അതിനെ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനേക്കാളും ഉപരി അദ്ദേഹം ചരിത്രത്തിനെ അനലൈസ് ചെയ്യാനും എഴുത്തുകാരനായി താനെ രേഖപ്പെടുത്താനും മറ്റുള്ള ദളിത് രചനകൾ പരിചയപ്പെടുത്താനും ഇങ്ങനെയുള്ള പല എൻഡീവേഴ്സിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു ദളിത് ഭൗതിക മണ്ഡലം ഉണ്ടാക്കുന്ന ഒരു ദളിത് ഇൻ്റലക്ച്വൽ സ്ഫിയർ അല്ലെങ്കിൽ ഒരു സബോൾട്ടൺ ഇൻ്റലക്ച്വൽ സ്ഫിയർ ഉണ്ടാക്കുന്നതിൽ വലിയ രീതിയിൽ ഒണിയറസ് ആയിട്ടുള്ളൊരു എഫേർട്ട് കെ കെ കൊച്ചിൻ്റെ പക്കൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഗോപാൽ ഗുരു പോലുള്ള സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ വാദിച്ചിട്ടുണ്ട് പലപ്പോഴും തിയറി ഞങ്ങളുണ്ടാക്കാമെന്ന് സവർണ സ്കോളർഷിപ്പ് പറയുകയും നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ പറയൂ, നിങ്ങൾ നിങ്ങളുടെ നാരറ്റീവുകൾ പറയൂ, ആ നാരറ്റീവുകളെ ഒരു ഒരു ഇൻഗ്രീഡിയൻ്റ് ആക്കി ഒരു സാമഗ്രിയാക്കി എടുത്തിട്ട് അതിൻ്റെ മേൽ ഭൗതികമായിട്ടുള്ള അന്വേഷണങ്ങൾ ഞങ്ങൾ നടത്തുകയും അതിൻ്റെ ജ്ഞാനോൽപാദനത്തിൻ്റെ തലത്തിൽ എത്തുമ്പോൾ തിയറിവൽക്കരണം ചെയ്യുന്നത് എപ്പോഴും ബ്രാഹ്മണീകവും സവർണവുമായിട്ടുള്ള സ്കോളർഷിപ്പ് തന്നെ ആയിരിക്കും എന്നുള്ളൊരു ഒബ്സർവേഷൻ ഗോപാൽ ഗുരു പറയുന്നുണ്ട്. എന്നാൽ ഇതിന് തികച്ചും വിപരീതമായിട്ടാണ് നമുക്ക് ശ്രീ കെ കെ കൊച്ചിൻ്റെ റൈറ്റിങ്സിൽ വളരെ കൃത്യമായിട്ട് ഇൻ്റലക്ച്വലി കേരളത്തിൽ നിലനിന്നിരുന്ന പല ഡിസ്കോഴ്സുകളെയും പല ചർച്ചാ വ്യവഹാര മണ്ഡലങ്ങളെയും തച്ചുടച്ച് കളഞ്ഞ് പുതിയൊരു രീതിയിലുള്ള ചർച്ചാ മേഖലകളെ തുറന്ന് വെക്കുകയും അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ ചിന്തിപ്പിക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു ശ്രമമെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുത്തുകയും ചെയ്യുന്നുള്ള ലേഖനങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു മാർക്ക് ഓഫ് യുണീക്ക്നെസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർക്ക് വായിക്കുന്നത് കേരള ചരിത്രവും സാമൂഹിക രൂപീകരണമാണ്. അത് ഒരുപാട് വർഷങ്ങൾ മുമ്പേ വായിക്കുമ്പോൾ അത് ചരിത്രരചനാ സാധാരണ നമ്മൾ കാണുന്നൊരു ചരിത്രരചനാ ശൈലിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമായിട്ടുള്ളൊരു ശൈലിയായിട്ടാണെന്ന് എനിക്ക് തോന്നുകയും ഇത് നിശ്ചയമായിട്ട് വായിക്കപ്പെടേണ്ട ആണ്. നമുക്കതിനെ വിമർശിക്കാം, അതിലുള്ള കുറവുകളെക്കുറിച്ച് പറയാം. ഇപ്പോൾ ഏത് ചരിത്രകാരൻ എഴുതിയാലാണ് തികഞ്ഞ ഒരു ചരിത്രമുള്ളത്? അതിൻ്റെ ഹിസ്റ്റോറിയോഗ്രഫിയെ കുറിച്ചും അതിൻ്റെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് മുമ്പോട്ട് വെക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ പലപ്പോഴും കുറഞ്ഞു പോയതായിട്ട് തോന്നിയിട്ടുണ്ട്. അതിനെല്ലാം വീണ്ടെടുക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ആ ഒരു സമയത്ത് ഇല്ലാത്തത് വളരെ വേദനാജനകമാണ്. ഒരു സമയത്ത് ഇത് വായിക്കുമ്പോൾ ഇങ്ങനെയും കേരള ചരിത്രം എഴുതാമല്ലോ, നമുക്ക് അടിത്തട്ടിൽ നിന്ന് കേരള ചരിത്രം എഴുതാമെന്നും ഗ്രാസ് റൂട്ട്സിൽ നിന്ന് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് അല്ലാതെ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുന്നതും അല്ലെങ്കിൽ അരികുകളിൽ നിന്ന് സെൻറ്ററിലേക്ക് നോക്കുന്ന കാഴ്ചയിലൂടെയും നമുക്ക് ചരിത്രം എഴുതാൻ പറ്റുമെന്ന് സ്കാറ്റേർഡായി കിടക്കുന്ന ചിതറിക്കിടക്കുന്നതായിട്ടുള്ള പല പല നാരറ്റീവുകളെ കോർത്തിണക്കിക്കൊണ്ട് പുതിയ സെറ്റ് ഓഫ് കാഴ്ചപ്പാടുകൾ മാത്രമല്ല അന്ന് വരെ ചരിത്രത്തിൽ ഇടം തേടാതിരുന്ന അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ഇടം നൽകപ്പെട്ടിട്ടില്ലാതിരുന്ന ചില സോഷ്യൽ ഗ്രൂപ്പുകളെ സെൻറ്റർ സ്റ്റേജ് ആക്കി തന്നെ അവരെ ചരിത്രത്തിൻ്റെ നടുക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് തന്നെ ചരിത്രം എഴുതാമെന്നുള്ള അറ്റംപ്റ്റുകൾ
വലിയ രീതിയിൽ കെ കൊച്ചിൻ്റെ ഹിസ്റ്റോറിയോഗ്രഫിക്കൽ എക്സസൈസിൽ നമ്മൾക്ക് കാണാൻ സാധ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കേരളയുടെ ഹിസ്റ്റോറിയോഗ്രഫി എഴുതുമ്പോൾ ഒരിക്കലും വിസ്മരിച്ചുകൂടാത്തൊരു പേരും കൂടെയാണ് ശ്രീ കെ കൊച്ചിൻ്റെത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്നും നമ്മുടെ അക്കാഡമിക തലങ്ങളിൽ അംബേദ്കർ മാറ്റിവെക്കപ്പെടുന്നത് പോലെ തന്നെ അൺഫോർച്ചുനേറ്റ്ലി ശ്രീ കെ കൊച്ചിൻ്റെ എഴുത്തുകളും മാറ്റിവെക്കപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഒരു സാഹചര്യമുള്ളത് വളരെ സങ്കടകരമാണ്. ശ്രീ TH ചെന്താരശ്ശേരിയുടെ റൈറ്റിങ്സിൽ എന്ന പോലെ തന്നെ, പക്ഷേ മേ ബി അതിനേക്കാളും ഒരു ലെവൽ അധികമായി ശ്രീ കെ കൊച്ചിൻ്റെ റൈറ്റിങ്സിലാണ് നമുക്ക് ശ്രീ മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള റീഡിങ്സ്, ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടുന്നതും എന്താണ് മഹാത്മാ അയ്യങ്കാളി ആക്ച്വലി കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിന് ചെയ്ത കോൺട്രിബ്യൂഷൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്യാൻ സാധ്യമാകുന്നത്. സ്കോളറായിട്ടുള്ള കെ ബാബുരാജ് ഇദ്ദേഹത്തിന് ഈ കാര്യം പരാമർശിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, പലപ്പോഴും പുലയ രാജാവെന്നും പുലയരുടെ നേതാവെന്നും മാത്രം പരിമിതമായി ശ്രീ അയ്യങ്കാളിയെ പ്രതിഷ്ഠിച്ചിരുന്ന ആ ഒരു ശൈലിയിൽ നിന്ന് മാറ്റി നവോത്ഥാന നായകൻ എന്നുള്ള രീതിയിൽ മഹാത്മാ അയ്യങ്കാളിയെ പ്രതിഷ്ഠിച്ചതിലും അത് കേരളത്തിൻ്റെ ഒരു പബ്ലിക് ഡിസ്കോഴ്സിലേക്ക് ആ ഒരു രീതിയിലുള്ളൊരു നാരറ്റീവ് പ്ലേസ് ചെയ്തതിലും ശ്രീ കെ കൊച്ചിന് വലിയ പങ്കുണ്ടെന്ന്. ഇതുപോലെ തന്നെ നമുക്ക് പൊയ്കയിൽ അപ്പച്ചനെക്കുറിച്ചുള്ള റൈറ്റിങ്സിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആൻറ്റോണിയോ ഗ്രാംഷി ഓർഗാനിക് ഇൻ്റലക്ച്വൽ എന്നുള്ളൊരു പദം അല്ലെങ്കിൽ ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് എന്നുള്ളൊരു കാറ്റഗറിയെക്കുറിച്ച് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളിൽ നിന്ന് ഉണർന്നുയർന്നു വരുന്നതായിട്ടുള്ള ബുദ്ധിജീവികളും അവരുൽപ്പാദിപ്പിക്കുന്ന ജ്ഞാനത്തിനെയും ആ ജ്ഞാനത്തിലൂടെ അവർക്ക് കിട്ടുന്ന സ്വീകാര്യതയും ചേർത്ത് വെച്ചിട്ട് ആണ് ഓർഗാനിക് ഇൻ്റലക്ച്വൽ എന്നുള്ളൊരു പദം അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പരിമിതമായിട്ട് മനസ്സിലാക്കപ്പെടുന്നത്. എന്നാൽ ഗ്രാംഷിയുടെ റൈറ്റിങ്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓർഗാനിക് ഇൻ്റലക്ച്വൽസിന് ഡെഫിനറ്റ്ലി അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്ന് വരുന്നതായിട്ട് ഉള്ള സൂചനകളുണ്ട്. പക്ഷെ അവിടെ കൊണ്ട് ആ ഡെഫിനീഷൻ തീരുന്നില്ല. പലപ്പോഴും ട്രഡീഷണൽ ഇൻ്റലക്ച്വൽസ്, പരമ്പരാഗതമായിട്ടുള്ള ബുദ്ധി ജീവികൾക്കില്ലാത്ത ചില സവിശേഷതകൾ ഓർഗാനിക് ഇൻ്റലക്ച്വൽസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പരമ്പരാഗതമായിട്ടുള്ള ബുദ്ധിജീവികൾ പലപ്പോഴും വ്യവസ്ഥയെ ഊട്ടിയുറപ്പിക്കാൻ അല്ലെങ്കിൽ നിലനിർത്താൻ വേണ്ടിയുള്ള ജ്ഞാനം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് നിലനിൽക്കുന്ന ജ്ഞാന മേഖലകളെ ചോദ്യം ചെയ്യുകയും നിലനിൽക്കുന്ന വ്യവസ്ഥകളെ പൊളിച്ചു കളയാൻ വേണ്ടിയുള്ള ജ്ഞാനോൽപാദനം ചെയ്യുകയും അവരുടെ കമ്മ്യൂണിറ്റീസിനെ, അടിസ്ഥാന ജനവിഭാഗങ്ങളെ ഈ പുതിയ ജ്ഞാനത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും അതുവഴി ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ചേഞ്ചിലേക്ക് മാറ്റുകയും ചെയ്യുന്നവരെയാണ് ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഈ ഒരു ഡെഫിനീഷൻ്റെ ഏത് മീനിങ് എടുത്ത് നോക്കിയാലും അതിൻ്റെ ഏത് അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ നോക്കിയാലും ഏറ്റവും അധികം ഗ്രാംഷിയൻ അർത്ഥത്തിൽ ഒരു ഓർഗാനിക് ഇൻ്റലക്ച്വൽ എന്ന് വിളിക്കാൻ പറ്റുന്ന വ്യക്തിയും വ്യക്തിത്വമാണ് കെ കൊച്ചിൻ്റെത്. കേരളം ഒരിക്കലും മറന്നുകൂടാത്ത, കേരളം എപ്പോഴും ഓർക്കേണ്ട, കേരളത്തിനെ തന്നെ നിർവചിക്കാനും വീണ്ടെടുക്കാനും നമ്മുടെ മൂല്യങ്ങളിലേക്ക്, നവോത്ഥാന മൂല്യങ്ങളിലേക്ക് നമ്മളെ തന്നെ ആങ്കർ ചെയ്യണമെങ്കിലും നിരന്തരമായിട്ട് നമ്മൾ സ്മരിക്കേണ്ട റൈറ്റിങ്സും ഇൻസൈറ്റ്സും നമുക്ക് തന്നിട്ടാണ് കൊച്ചേട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന ശ്രീ കെ കൊച്ച് നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുന്നതെന്നും നമ്മൾ ഓർക്കേണ്ട ആവശ്യം. ചരിത്രകാരനും സൈദ്ധാന്തികനും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ കെ കൊച്ച് എന്ന കൊച്ചേട്ടൻ 1949 ഫെബ്രുവരി 2 കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പിനടുത്ത് പുത്തൻതോട് കുഴിയന്തടം വീട്ടിൽ ജനിച്ചു. ആദ്യകാല കമ്മ്യൂണിസ്റ്റായ ഉണ്ണിമൈലൻ കുഞ്ഞിൻ്റെയും കുഞ്ഞുപെണ്ണിൻ്റെയും 5 മക്കളിൽ 3ാമത്തെ മകനായിരുന്നു. കുഞ്ഞുഞ്ഞ്, പെണ്ണമ്മ, മണി, ബാബുരാജ് എന്നിവരാണ് സഹോദരങ്ങൾ. മധുരവേലി ഇൻഫൻറ്റ് ജീസസ് LP സ്കൂൾ,
NSS ഹൈസ്കൂൾ, എറണാകുളം മഹാരാജാസ് എന്നിവിടങ്ങളിലാണ് വിദ്യാഭ്യാസം. 1977 KSRTCയിൽ ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ചു. 2001 സീനിയർ അസിസ്റ്റൻ്റായി റിട്ടയർ ചെയ്തു. ഭാര്യ ഉഷ, മക്കൾ ജയസൂര്യൻ, സൂര്യനയന. ഇന്ത്യൻ സംസ്കാര ചരിത്രത്തിലെ നിർണായകമായ സന്ദർഭമാണ് ദളിത് പരിപ്രേക്ഷ്യം ശക്തി പ്രാപിച്ചത്. കറുത്ത മനുഷ്യരുടെ ശബ്ദ സാന്നിധ്യങ്ങളെപ്പോലും അകറ്റി നിർത്തിയിരുന്ന ഇടങ്ങളിലേക്ക് കുടുംബമായും സമുദായമായും ജനതയായും അവർ കടന്നു വന്നു. അതിൻ്റെ മലയാള വഴികളെ അക്ഷരപ്പെടുത്തിയതിൻ്റെ ആദ്യ കുതിപ്പായി തന്നെ KK കൊച്ച് എന്ന കൊച്ചേട്ടനുണ്ട്. സാമൂഹ്യനീതിക്കും മനുഷ്യ സമത്വത്തിനും സാമ്പത്തിക രാഷ്ട്രീയ തുല്യതയ്ക്കും സാഹോദര്യത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് ജനാധിപത്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച സംവാദങ്ങളും പുതിയൊരു പൗര സമുദായത്തെക്കുറിച്ചുള്ള സാമൂഹ്യ ഭാവനയുമാണ് KK കൊച്ചിൻ്റെ എഴുത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രീ ഡിഗ്രി വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ സാഹിത്യരചനയോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിലും അദ്ദേഹം ഏർപ്പെടുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് യുവജനവേദി, ജനകീയ തൊഴിലാളി യൂണിയൻ, മനുഷ്യാവകാശ സമിതി എന്നീ സംഘടനകളുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകി. CDN, സൂചകം എന്നീ വാരികകളുടെ പത്രാധിപരായി പ്രവർത്തിച്ചു. നവജനാധിപത്യ പ്രസ്ഥാനം, സാഹോദര്യ പ്രസ്ഥാനം എന്നീ സംഘടനകളിൽ പ്രവർത്തിച്ചു. ഇന്ന് ദളിത് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭൗതിക വ്യവഹാരങ്ങളും ജീവിത രീതികളും അതിജീവന സൗന്ദര്യങ്ങളും ശബ്ദങ്ങളും നിഷേധിക്കാനാവാത്ത വിധം കലയിലും സാഹിത്യത്തിലും സാംശീകരിക്കപ്പെടുന്നുണ്ട്. ഇതിന് മുൻഗാമിയായി നിന്ന മനുഷ്യരിൽ ഏറ്റവും പ്രബലനായ വ്യക്തിയാണ് ശ്രീ KK കൊച്ച്. കേരളത്തിലെ ദളിത് രാഷ്ട്രീയ വ്യവഹാരം എന്നത് ഒരുപാട് വ്യത്യസ്ത ധാരകളും ഒട്ടേറെ സമുന്നത വ്യക്തികളും അടങ്ങുന്നതാണ്. ഇതിൽ KK കൊച്ചിൻ്റെ പ്രവർത്തനങ്ങളും ആശയങ്ങളും എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പരിശോധിക്കുന്നതാണ് പ്രസക്തം എന്ന് കരുതുന്നു. ജാതി ലിംഗ വർഗ ഭാഷാനീതികളുടെ പുതിയ ചെറുതുകളിലേക്കും അതിസൂക്ഷ്മതകളിലേക്കും ഇറങ്ങി നിൽക്കുന്ന ഒരു ഭാഷയും സാമൂഹ്യ ഭാവനയും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാന കാര്യം. വ്യാഖ്യാനവും വിമർശനവും തുടർച്ചയായ വിമോചന പ്രക്രിയയാണെന്ന തിരിച്ചറിവാണ് അത്തരം എഴുത്തിൻ്റെ കാതലെന്ന് നമുക്ക് കാണാം. സ്വത്വങ്ങളും തന്മകളും സ്വാഭാവികമായി ഉണ്ടായി വന്നതല്ല എന്നും നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക ഇടപെടലുകൾക്ക് ഈ നിർമ്മിച്ചെടുക്കൽ പ്രക്രിയയിൽ പങ്കുണ്ടെന്നും കൊച്ചേട്ടൻ നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ നിരവധിയായ പുസ്തകങ്ങൾ അതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. കലാപവും സംസ്കാരവും, ബുദ്ധനിലേക്കുള്ള ദൂരം, അംബേദ്കർ ജീവിതവും ദൗത്യവും, കേരള ചരിത്രവും സമൂഹ രൂപീകരണവും, ദേശീയതയ്ക്കൊരു ചരിത്രപാഠം, ദളിത് സമുദായവാദവും സാമുദായിക രാഷ്ട്രീയവും, മൂലധനത്തിൻ്റെ ജനാധിപത്യവൽക്കരണവും, കേരളയിലും ഇടതുപക്ഷമില്ലാത്ത കാലം, ദളിതൻ, വായനയുടെ ദളിത് പാഠം, ദളിത് നേർക്കാഴ്ചകൾ എന്നിങ്ങനെ നിരവധിയായ പുസ്തകങ്ങളും സമാന്തര മുഖ്യധാര മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ലേഖനങ്ങളും ഇത് നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കൊച്ചേട്ടൻ കടന്നു പോകുമ്പോൾ മലയാളികളുടെ ധൈഷണിക മേഖലയിലെ ശക്തമായ ഒരു ദളിത് ആഖ്യാതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത്. തൻ്റേതായ ഒരു ജ്ഞാനവ്യവഹാരത്തെ സൃഷ്ടിച്ചെടുക്കാൻ ഉള്ള ശ്രമമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ഒരുപക്ഷെ മാർക്സിസത്തോടുള്ള വേവലാതിയായിരുന്നു എക്കാലത്തും കൊച്ചേട്ടൻ്റെ കൈമുതൽ. മാർക്സിസം കൊണ്ട് പരിഹരിക്കാനാവാത്തതാണ് സ്വത്വപ്രതിസന്ധി എന്ന് അറിയുമ്പോഴും മാർക്സിസത്തെ ഉപയോഗിക്കാത്ത ഒരു വിശകലനം തൻ്റെ നിരീക്ഷണങ്ങളെ ദുർബലപ്പെടുത്തുമോ എന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ അങ്ങനെ കരുതുമോ എന്നുള്ള ഒരു ആശങ്ക അദ്ദേഹത്തിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. കൊച്ചേട്ടൻ്റെ ഒരു പ്രവർത്തനങ്ങൾ 80-കൾ മുതലാണ് യഥാർത്ഥത്തിൽ ഈ ദളിത് പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത്. അതായത് ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു ദളിത് പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നത്. അതായത് CDN പോലുള്ളൊരു സംഘടന, അത് ആ സമയം അത് 80-കളുടെ തുടക്കത്തിൽ കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് കോട്ടയത്തിൻ്റെ പ്രദേശങ്ങളിൽ സജീവമായ സംഘടനയായിരുന്നു CDN എന്ന് പറയുന്നത്. ആ CDNൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊച്ചേട്ടൻ
അത് ആരംഭിക്കുന്നത്. അപ്പോൾ ആ കാലത്താണ് ശരിക്കും കൊച്ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത്. അദ്ദേഹം അതിനു മുൻപുള്ളൊരു സമയത്തുള്ളൊരു സാംസ്കാരിക വേദിയുടെയും ഇടതുപക്ഷ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായി നിന്ന മനുഷ്യൻ എന്നുള്ള നിലയിൽ ആയിരിക്കണം അത് ഒരു എന്താണ് ഒരു ബാധ പോലെ അദ്ദേഹത്തിനോടൊപ്പം എല്ലാ കാലത്തും ആ ഒരു ആശയ ലോകം അദ്ദേഹത്തെ പിന്തുടരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ 80കളിൽ അദ്ദേഹത്തെ ആ കാലം മുതൽ തന്നെ കണ്ടുമുട്ടുന്ന കാലത്ത് മുതൽ തന്നെ ഏതാണ്ട് ഈ 2015 വരെയുള്ളൊരു കാണുന്ന സമയങ്ങളിൽ അദ്ദേഹം മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് അംബേദ്കറൈറ്റ് ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം മാർക്സിസവും ലെനിനിസവും കൂട്ടിച്ചേർത്തുകൊണ്ടല്ലാതെ അദ്ദേഹത്തിന് അംബേദ്കറെ പോലും വായിക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ഒരു സ്വഭാവം അദ്ദേഹത്തിൻ്റെ ഈ CDN ആയിട്ട് പ്രവർത്തിക്കുന്ന കാലത്തും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, വളരെയേറെ ചർച്ചകൾ ഞങ്ങൾക്കിടയിൽ നടന്നിട്ടുമുണ്ട്. ഈ 2015 നടക്കുന്ന ചെങ്ങറയിലെ സമരത്തിനോടനുബന്ധിച്ച് ദളിതുകളുടെ പ്രശ്നം ഭൂമി കൊണ്ട് പരിഹരിക്കാവുന്നതല്ല, അഥവാ ദളിതർക്ക് ഭൂമിയല്ല വേണ്ടതെന്ന് വരെ കൊച്ചേട്ടൻ പറയുകയുണ്ടായിട്ടുണ്ട്. കൊച്ചേട്ടന് പലപ്പോഴും അത്തരത്തിൽ, അതായത് ദളിതുകൾക്ക് സ്വത്തുടമസ്ഥത എന്നുള്ള അധികാരത്തിൻ്റെ പ്രശ്നമായിട്ടല്ല, മറിച്ച് അതിനേക്കാളേറെ അപ്പുറത്ത് എന്തോ ഒരു ജ്ഞാന പരിസരത്തിൽ പരിഹരിക്കേണ്ട സംഗതിയായിട്ടാണ് പലപ്പോഴും കൊച്ചേട്ടൻ പല കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ലാഹയെ പോലും അദ്ദേഹം തള്ളിപ്പറയുകയായിരുന്നു. ആ സമരത്തിൻ്റെ സമയത്ത് ലാഹുഗോപാലനെ ഒട്ടുപാല് കള്ളനെന്നാണ് VS വിളിച്ചതെന്ന് ഓർക്കണം. ഇപ്പോൾ കൊച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ആശയപരമായി വരുന്ന ബോധ്യങ്ങൾക്കപ്പുറത്ത് അതിനനുസരിച്ചിട്ട് അങ്ങ് സഞ്ചരിക്കുക എന്നത് മാത്രമായിരുന്നു ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. ആ യാത്രയ്ക്കിടയിൽ സങ്കടം ഉണ്ടാകുന്നതിനേക്കാൾ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ശീലത്തിൽ തന്നെ സങ്കടം ഉണ്ടാക്കുന്നതിനേക്കാൾ വേഗത്തിൽ അദ്ദേഹം അതിനെ ഉടച്ച് കളയുകയോ അതിൽ നിന്ന് ഒഴിവാകുകയൊക്കെ ചെയ്യുന്നത് ഒരു നിത്യസംഭവമായിരുന്നു. ഇപ്പോൾ CDNൻ്റെയും NDLFൻ്റെയൊക്കെ കാലത്തൊക്കെ ഞാനും അത് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. എന്തായാലും കൊച്ചേട്ടൻ്റെ ഈ ഒരു ജ്ഞാനപരിസരത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ കൊച്ചേട്ടൻ വളരെ സജീവമായിട്ട് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഓരോ പുസ്തകങ്ങൾ എടുത്ത് നോക്കിയാലും നമുക്കത് മനസ്സിലാവും. അദ്ദേഹം ഓരോ രീതിയിൽ തന്നെ നവയാന ഇറക്കിയത് 93 തോന്നുന്നു. അംബേദ്കർ ജീവിതവും ദൗത്യവും എന്ന പുസ്തകം ഇറക്കുന്നത് നവയാന. അത് അങ്ങനെ ഓരോ പുസ്തകങ്ങൾ നോക്കിയാലും അപ്പോൾ ഇതിലൊക്കെ തന്നെ എഴുതുന്ന സമയങ്ങളിൽ വർഗ ന്യൂനീകരണത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന സമയത്ത് തന്നെ ശരിക്കും അംബേദ്കറിൻ്റെ ഈ വ്യക്തി സ്വാതന്ത്ര്യവും പാർലമെൻ്ററി ജനാധിപത്യവും നിഷേധിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടികളുമായി സഖ്യപ്പെടാൻ സാധ്യമല്ല എന്ന നിലപാട് ശരിയല്ല എന്നും ഒരേ സമയത്ത് കൊച്ചേട്ടൻ പറഞ്ഞു വയ്ക്കാറുണ്ടായിരുന്നു. കാരണം ഇത് പല രീതിയിൽ അദ്ദേഹം ഒരേ സമയം ഈ വർഗ ന്യൂനീകരണത്തെക്കുറിച്ച് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ദളിതന്വേഷണം അതിന് ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇടതുപക്ഷ നിലപാടുകൾ പലപ്പോഴും സമ്പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് പലപ്പോഴും നിലപാടുകൾ എടുത്തിട്ടുള്ളത്. പല വിഷയങ്ങളിലും സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എടുത്തിട്ടുള്ളത്. ഏതായാലും ഒരു വ്യവഹാരം, ദാർശനിക വ്യവഹാരത്തിനുള്ളിൽ വളരെ സജീവമായ ഒരു സാന്നിധ്യം, സ്വന്തമായൊരു രീതി കണ്ടെത്താൻ ശ്രമിച്ച മനുഷ്യനെന്ന നിലയിലായിരിക്കാം കൊച്ചേട്ടൻ ഇനിയും ഓർമ്മിക്കപ്പെടുക, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഓർമ്മിക്കപ്പെടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന ചിന്തകനും എഴുത്തുകാരനും അംബേദ്കറൈറ്റും സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ ശ്രദ്ധേയനുമായിരുന്നു KK കൊച്ച്. എനിക്ക് അദ്ദേഹത്തെ എഴുത്തുകളിലൂടെ അല്ലാതെ നേരിട്ട് പരിചയമൊന്നുമില്ല. ഒരിക്കലൊരു സെമിനാറിൽ പ്രസംഗം കേട്ടിട്ടുണ്ട്. അങ്ങനെ അകലെ നിന്നും കണ്ടിട്ടുണ്ട്. വേറിട്ടതും ധീരവും സുതാര്യവുമായി വായനക്കാരൻ്റെ ചിന്തയെ അദ്ദേഹം പുനർനിർമ്മിച്ചു.
ഭാഷ, രാഷ്ട്രീയം, കല, സാമൂഹ്യശാസ്ത്രം, സാഹിത്യം, നിരൂപണം, ഇതര ശാസ്ത്രങ്ങൾ, മാർക്സിസം, അംബേദ്കറിസം, ഇന്ത്യൻ ഭരണഘടന, ദളിത് ന്യൂനപക്ഷ പിന്നോക്ക പ്രശ്നങ്ങൾ, ഫെമിനിസം, സിനിമ തുടങ്ങി എല്ലാ മേഖലയിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. അവയിലെല്ലാം തനതായൊരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച ദക്ഷിണാശാലിയാണ് അദ്ദേഹം. കേരളത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ ചരിത്രത്തെ ഊടും പാവും ആക്കിക്കൊണ്ട് വളരെ ആഴത്തിലും പരപ്പുള്ളതുമായ ദർശനങ്ങൾ അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിനായി എന്നതാണ് ആ ധന്യജീവിതത്തിൻ്റെ ബാക്കിപത്രം. കേരളത്തിലെ അടിസ്ഥാന ജനതയുടെ ഉന്നമനത്തിനും സമത്വത്തിനും സ്വത്വബോധ ശാക്തീകരണത്തിനും അദ്ദേഹം നൽകിയ വലിയ സംഭാവന വിലപ്പെട്ടതാണ്. ഏത് വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോഴും ഇടപഴകുമ്പോഴും സ്വന്തം കാഴ്ചപ്പാട്, അതിലെ ശരിതെറ്റുകളിൽ കേവല സന്ദേഹം പോലുമില്ലാതെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇവയാകട്ടെ മിക്കപ്പോഴും ചില ഇടുങ്ങിയ വ്യവസ്ഥിതികളോടും ചിന്താധാരയോടും സാധാരണ മനുഷ്യരുടെ പൊതുവായ ചില ക്ലീശകളോടും യോജിച്ചു നിൽക്കണമെന്നില്ല. അടിസ്ഥാന ജനതയുടെ ജീവിതാവസ്ഥകൾ ചിന്തയിലൂടെയും അനുഭവങ്ങളിലൂടെയും വ്യക്തമായി അവതരിപ്പിച്ച് ശരാശരി വായനക്കാരെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ സഹായകമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭാവം അക്ഷരാർത്ഥത്തിൽ വലിയ ഒരു വിടവായി തന്നെ സമൂഹത്തിൽ അവശേഷിക്കും. ഇനിയുള്ള കാലം അവ വലിയ ചർച്ചകൾക്ക് വിധേയമാകും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കൊച്ചേട്ടന് സ്നേഹാഞ്ജലി. നമസ്കാരം. ഞാൻ ഡോക്ടർ MB മനോജ്, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള. ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്നത് ഈയിടെ നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ പ്രമുഖ എഴുത്തുകാരനും ചിന്തകനും സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രവർത്തകനും ആയിരുന്ന ശ്രീ KK കൊച്ച് സാറിൻ്റെ ഓർമ്മകൾ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹവും ആയുള്ള എൻ്റെ പരിചയം ഒരുപക്ഷെ 80കളുടെ അവസാനം രൂപപ്പെടുന്നു എന്ന് ഓർക്കുകയാണ്. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ ഘട്ടത്തിൽ അതിൻ്റെ ഫലം പ്രീ ഡിഗ്രി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹവും മറ്റൊരു സുഹൃത്തും സഹപ്രവർത്തകനുമായ ശ്രീ ജോൺ ജോസഫ് മുത്ത് ഇടുക്കിയിലുള്ള എൻ്റെ വീട്ടിൽ അദ്ദേഹം എത്തിച്ചേരുന്നത്. അതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തലശ്ശേരിയിലെ ഒരു സിമ്പോസിയത്തിൽ വച്ച് അദ്ദേഹത്തെ സദസ്സിൽ ഇരുന്ന് കാണുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുകയുണ്ടായി. തുടർന്ന് ഇടുക്കി ജില്ലയിലെ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുകയും തുടർന്നുള്ള പരിചയം രൂപപ്പെട്ടു വരികയും ചെയ്തിരുന്നു. 93 കാലയളവിൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ചേർന്ന കാലഘട്ടത്തോടു കൂടിയാണ് KK കൊച്ച് സാറുമായി കൂടുതൽ പരിചയം ഉണ്ടാവുന്നത്. അദ്ദേഹം അന്ന് ഫെഡറൽ ഡെമോക്രാറ്റ് പാർട്ടിയുടെ പ്രവർത്തകനും ഡെമോക്രാറ്റ് എന്ന മാസികയുടെ എഡിറ്ററും ആയിരുന്നു. ഡെമോക്രാറ്റ് മാസികയുടെ 1-ാം ലക്കം എനിക്ക് കൈമാറിക്കൊണ്ടായിരുന്നു അതിൻ്റെ റിലീസിംഗ് നടന്നത് എന്ന കാര്യം ഇന്നും ഓർക്കുന്നു. മാത്രവുമല്ല, ഓരോ വിദ്യാർത്ഥി സുഹൃത്തുക്കളോടും എഴുതുന്നതിനും സാംസ്കാരികമായ മേഖലകളിൽ സജീവമാകുന്നതിനും അദ്ദേഹം നിരന്തരം ഉപദേശിച്ചിരുന്നു. മാത്രവുമല്ല, ഉയർന്ന മാർക്ക് വാങ്ങുന്നതിനും ഗവൺമെൻറ് സർവീസുകളിലോ മെച്ചപ്പെട്ട തൊഴിൽ ഇടങ്ങളിലോ പ്രവേശിക്കുവാൻ അദ്ദേഹം എക്കാലവും നിർദ്ദേശിക്കുകയും ചെയ്തു വന്നിരുന്നു. ഒരുപക്ഷെ എന്നെ പോലുള്ള ഒരാൾ പിൽക്കാലത്ത് എഴുത്തുകാരനാകുന്നതും എഴുത്തിനെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ശ്രീ കൊച്ച് സാറുമായുള്ള പരിചയത്തിൽ നിന്നായിരുന്നു എന്ന് ഇന്ന് ഓർക്കുമ്പോൾ തീർച്ചയായും പറയുവാൻ സാധിക്കും. വിവിധ സമരങ്ങൾ കേരളത്തിൽ രൂപപ്പെട്ടു വന്നിരുന്നു. അതിൽ ചിലത് എങ്കിലും
പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ വഴിയിൽ നിന്നും ഒരുപക്ഷെ മാറി സഞ്ചരിച്ചവ ആയിരുന്നു. അത്തരം സമരങ്ങളോട് ശ്രീ KK കൊച്ചു സാറ് തൻ്റെ വിയോജിപ്പുകൾ പരസ്യമായി പറയുവാൻ മടിച്ചിരുന്നില്ല. ഇത് ഒരുപക്ഷെ അദ്ദേഹത്തിന് നിരവധി വിമർശനങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട് എന്നും പറയുവാൻ സാധിക്കും. ഒരു ഘട്ടത്തിന് ശേഷം രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തിൽ നിന്നും ഒരുപക്ഷെ കുറേ മാറി സഞ്ചരിച്ച അദ്ദേഹം കുറച്ചുകൂടി അക്കാഡമിക്കൽ ആയ രചനാ മേഖലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തനിക്ക് കുറച്ച് എഴുതുവാൻ ഉണ്ട്, അതിനുവേണ്ടിയുള്ള സമയം ഇനി കണ്ടെത്തുന്നു എന്ന് സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായി 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വൈജ്ഞാനിക ഇടങ്ങളിൽ സ്ഥാനം പിടിച്ചു എന്ന് നമുക്ക് പറയാം. ഒന്ന് അദ്ദേഹം രചിച്ച കേരള ചരിത്ര ഗ്രന്ഥമാണ്. കേരള ചരിത്രവും സാമൂഹിക രൂപീകരണവും എന്ന പേരിലുള്ള ഈ കൃതി അതിൻ്റെ രചനയുടെ ഒരു ഘട്ടത്തിൽ അടുപ്പമുള്ള അധ്യാപകരെയും എഴുത്തുകാരെയും സ്വന്തം വസതിയിൽ വിളിച്ച് പുസ്തകം ഒരു പ്രീ റീഡിംഗ് നടത്തുകയും അഭിപ്രായ രൂപീകരണം അദ്ദേഹം കളക്ട് ചെയ്യുകയും സമാഹരിക്കുകയും ചെയ്തിരുന്നു. മറ്റൊന്ന് വിവിധ ഘട്ടങ്ങളിലായി രചിച്ച പിന്നീട് തൻ്റെ ആത്മകഥയായി പുറത്തു വന്ന ദലിതൻ എന്ന കൃതിയാണ്. ഈ 2 രചനകളും മലയാളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരേട് രൂപപ്പെടുത്തി എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, സമാന്തരമായ പ്രസിദ്ധീകരണങ്ങളിലൂടെ എഴുതുകയും സമാന്തരമായ രാഷ്ട്രീയ വഴികളിലൂടെ സാമൂഹ്യ വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും അത് പിന്നീട് പടിപടിയായി വികസിക്കുകയും തൻ്റെ രചനാലോകം, അന്വേഷണ മണ്ഡലം, ചിന്താമണ്ഡലം ഒക്കെയും കേരളത്തിൻ്റെ പൊതു ഇടമാക്കി വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയം വരിച്ചു എന്നും നമുക്ക് കാണുവാൻ സാധിക്കും. ആ അർത്ഥത്തിൽ KK കൊച്ച് സാർ മുന്നോട്ട് വെച്ച അന്വേഷണങ്ങളും പ്രവർത്തനങ്ങളും ഏതൊരാൾക്കും അവരുടെ കാഴ്ചകളെയും കാഴ്ചപ്പാടുകളെയും നവീകരിക്കുന്നതിനും വിപുലപ്പെടുത്തുന്നതിനും സഹായകമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരള സംസ്ഥാന ഗവൺമെൻറ് ഔദ്യോഗിക ബഹുമതിയോട് കൂടിയാണ് അദ്ദേഹത്തെ യാത്രയാക്കിയത്. നിരവധി ചിന്തകന്മാർ, സാംസ്കാരിക പ്രവർത്തകർ, എഴുത്തുകാർ, സാമൂഹിക മേഖലയിലെ പ്രവർത്തകർ, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, അതുപോലെ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്നവർ ഒക്കെയും പങ്കെടുത്ത ഒരു സംസ്കാര ചടങ്ങായിരുന്നു നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നത്. ഒരുപക്ഷെ ഒരു സാമൂഹികമായ ബഹിഷ്കൃതമായ ഇടങ്ങളിൽ നിന്നും കടന്നു വരികയും എന്നാൽ മുഖ്യധാരയിലേക്ക് പ്രവേശിക്കുകയും മുഖ്യധാര രൂപപ്പെടുത്തുകയും ചെയ്ത മലയാളത്തിലെ ദലിത് ബഹുജന ഇടങ്ങളിലെ വ്യക്തിത്വം എന്ന നിലയിൽ KK കൊച്ച് സാറിൻ്റെ സ്മരണ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എക്കാലവും സ്മരിക്കപ്പെടും, വായിക്കപ്പെടും, പഠിക്കുന്നതിനും വിലയിരുത്തുന്നതിനും അവസരം ഉണ്ടാകും എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. ഓം മണി പത്മേഹും നമോ ബുദ്ധായ. ജയ് ഭീം.